പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 13-ാം അധ്യായം 13-ാം വാക്യം. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് കുനിഞ്ഞു ഇരിക്കുന്നവരെ നിവർത്തുന്ന ദൈവമത്രേ. ഇതാ 18 സംവത്സരമായി കുനിഞ്ഞു നടന്ന ഒരു സ്ത്രീയെ ശബത്ത് ദിവസത്തിൽ കർത്താവ് തൊട്ട് സൗഖ്യമാക്കുന്നു. അവൾ നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം. നോക്ക്, വേദപുസ്തകത്തിൽ നാം ഈ ഒരു ചരിത്രം വായിക്കുമ്പോൾ ശബത്ത് ദിവസം യേശു ഈ അത്ഭുതം ചെയ്തു. 18 സംവത്സരമായി പിശാച് ബാധിച്ച് കുനിഞ്ഞിരുന്ന ഒരു സ്ത്രീയെ കർത്താവ് വിടുവിച്ചു. ഹല്ലേലൂയ. ഈ വേദഭാഗം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന ചില ചിന്തകൾ നമുക്ക് ചിന്തിക്കാം. അത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒന്ന്, ദൈവത്തിന് ഹല്ലേലൂയ സൗഖ്യമാക്കാൻ ഇന്ന ദിവസം വേണമെന്നില്ല. ഏത് ദിവസത്തിലും കർത്താവിന് സൗഖ്യമാക്കാൻ സാധിക്കും. പലരും യേശുവിനെ പരീക്ഷിക്കാൻ, യേശുവിന് വിരോധമായി പറയാൻ ശബത്തിൽ സൗഖ്യമാക്കുമോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ യേശു കർത്താവിന് ഹല്ലേലൂയ ആഴ്ചയുടെ 7 ദിവസവും 24 മണിക്കൂറും തനിക്ക് അത്ഭുതം ചെയ്യാൻ സാധിക്കും. ലോകത്തിൽ പലയിടത്തും നാം പല അത്ഭുതങ്ങളും കാണുന്നു. അതിനൊക്കെ ഒരു കാലഘട്ടവും ഒരു സീസണും ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന സമയത്ത് ചെന്നാൽ ഇങ്ങനെ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ലോക മനുഷ്യർ പറയാറുണ്ട്. ഇന്ന ആലയത്തിൽ ചെന്നാൽ, ഇന്ന വ്യക്തിയുടെ അടുക്കൽ ഇന്ന സമയത്ത് ചെന്നാൽ ഇന്നിന്ന കാര്യങ്ങൾ നടക്കുമെന്ന് മനുഷ്യർ കണക്ക് കൂട്ടി വയ്ക്കും. വലിയ അത്ഭുതങ്ങളെക്കുറിച്ച് അവർ കഥകൾ പറയും. എന്നാൽ നോക്ക്, അത്ഭുതങ്ങളുടെ ഉടയവനായ കർത്താവ്, ഹല്ലേലൂയ, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ സർവശക്തനായ ദൈവം, അഖിലാണ്ടത്തെ തൻ്റെ വായിലെ വാക്കിനാൽ ഉളവാക്കിയ നമ്മുടെ ഉടയവനായവൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിന് ഏത് ദിവസവും അത്ഭുതം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ എത്ര പ്രതിസന്ധിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും, എത്ര വലിയ ആവശ്യമാണ് ഉള്ളതെങ്കിലും, പ്രിയരെ, യേശുവേ എന്ന് വിളിച്ചാൽ, യേശുവിൻ്റെ സാന്നിധ്യത്തെ നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര ദിവസം കാത്തിരുന്ന് ഇന്ന അത്ഭുതം വരുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥാനത്ത് ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാ ദിവസം. ഈ നിമിഷം നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ അവൻ നിങ്ങളുടെ അരികത്തുണ്ട്. അവൻ മതിയായ ദൈവമാ. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിപ്പീൻ എന്ന് തിരുവചനം പറയുന്നത് പോലെ നിങ്ങൾ ആ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലിൻ്റെ പകൽക്കാലമാക്കി കർത്താവ് മാറ്റും. കർത്താവിന് അത്ഭുതം ചെയ്യാൻ എല്ലാ ദിവസവും സാധിക്കും. എത്ര വലിയ കടുങ്കെട്ട് ശത്രു കെട്ടിയാലും, എത്ര പാരമ്പര്യമായുള്ള കെട്ടാണെങ്കിലും, എത്ര പഴയതാണെങ്കിലും യേശു മതിയായവനാ. യേശുവിന് നമ്മുടെ സ്വാതന്ത്ര്യം ഏറ്റവും ഇഷ്ടമത്രേ. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. അങ്ങനെയെങ്കിൽ എത്ര വലിയ അടിമനുഖം വെച്ച്, രോഗബന്ധനം വെച്ച്, പാപത്തിൻ്റെ ബന്ധനം വെച്ച് ശത്രു നടുകുനിച്ച് മനുഷ്യനെ താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ തലയെ ഉയർത്തുന്നവനാ നമ്മുടെ കർത്താവ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, കർത്താവ് ആരാ? അവൻ എൻ്റെ തല ഉയർത്തുന്ന ദൈവമാ, എൻ്റെ മഹത്വവും എൻ്റെ പരിചയമാ. അങ്ങനെയെങ്കിൽ പ്രിയരെ, നിങ്ങളുടെ തല ഉയർന്നു നിൽക്കുന്നതാ ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ പദ്ധതിയും അതാ. ഹല്ലേലൂയ. അങ്ങ് ഏത് ദിവസവും അത്ഭുതം ചെയ്യാൻ യേശു കർത്താവ് മതിയായവനാ. രണ്ടാമത് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു, ഈ സ്ത്രീ നാളുകളായി ദേവാലയത്തിൽ പോകുകയാണ്. ദേവാലയത്തിൽ പോയി കുത്തിയിരിക്കുക. അല്ലെങ്കിൽ അവിടെ പോയി ഒരു പക്ഷേ തങ്ങളുടെ നേർച്ച കാഴ്ചകളെ കഴിക്കുകയായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ എത്ര നാളായി ഒരു സ്ഥലത്ത് പോയെന്നോ, ഏതൊരു ആലയത്തിൽ പോയിരുന്നു, അതല്ല പ്രശ്നം, അതല്ല വിഷയം. ഇവിടെ പറയുന്നു, ആ ആലയത്തിനകത്ത് സൗഖ്യദായകൻ ഉണ്ടോ ഇല്ലയോ. കുളത്തിൻ്റെ ഇളക്കം നോക്കിക്കൊണ്ട് ഒരു മനുഷ്യൻ 38 വർഷം കടന്നു. എന്നാൽ സൗഖ്യദായകൻ തൊട്ടടുക്ക് നിൽക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലവും പ്രിയരെ, യേശുവിൻ്റെ സാന്നിധ്യമുണ്ടോ അതാ നിൻ്റെ ജീവിതത്തിൻ്റെ ഹല്ലേലൂയ വലിയ വലിയ വ്യത്യാസം വരുത്തുന്നത്. നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറ്റുന്നത് അതാ യേശുവിൻ്റെ സാന്നിധ്യമാണ്. ആലയത്തിൻ്റെ വലിപ്പമോ ആലയത്തിൻ്റെ പാരമ്പര്യ ഹല്ലേലൂയ കഥകളോ അല്ല നിങ്ങളെ വിടുവിക്കുന്നത്. പലരും പറയും, ഇന്ന ആലയം
ഇത്ര വർഷം പഴയതാ പ്രിയരെ. ആലയത്തിൻ്റെ പഴക്കമല്ല, ആലയത്തിൻ്റെ വലിപ്പമല്ല, ആലയത്തിനകത്ത് സൗഖ്യദായകൻ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ, അടിപ്പിടരാൽ സൗഖ്യം തന്ന യേശു കർത്താവ് ഉണ്ടോ ഇല്ലയോ എന്നതത്രേ. ഹല്ലേലൂയ. ആ സാന്നിധ്യം തിരിച്ചറിഞ്ഞോ, നിശ്ചയമായി നിനക്ക് വിടുതലുണ്ട്. ഇതാ മൂന്നാമതായി പറയുന്നു, ഹല്ലേലൂയ, യേശു നിന്റെ മേൽ കൈവെക്കണം, യേശുവിൻ്റെ കരം തൊടണം. ഹല്ലേലൂയ. ആ ഒരു കോണ്ടാക്റ്റിലാണ് നിനക്ക് അത്ഭുതം സംഭവിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ഹല്ലേലൂയ നാം തിക്കിത്തിരക്കി യേശുവിൻ്റെ അടുക്കലൂടെ പോകുമ്പോഴും ഒരുപക്ഷെ അത്ഭുതം കിട്ടണമെന്നില്ല. നിങ്ങൾക്കറിയാമല്ലോ, രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വിശ്വാസത്തോടുകൂടെ യേശുവിനെ തൊട്ടു. ആ വിശ്വാസത്തിലുള്ള തൊടിയിലാണ് അവളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിച്ചത്. വിശ്വാസത്താലുള്ള കണക്ഷനാ. ഇന്ന് പകൽക്കാലവും യേശുവായിട്ട് നീ വിശ്വാസത്തിൽ ഹല്ലേലൂയ ഒന്ന് ചേർന്നിരിക്കുമോ? എത്ര തിക്കിത്തിരക്കിയാലും, എത്ര അടുത്തിരുന്നാലും, ഏത് ആലയത്തിൽ പോയിരുന്നാലും, ഏത് സമയത്ത് പോയിരുന്നാലും, വിശ്വാസത്താൽ നീ ഒന്ന് കണക്റ്റ് ആയില്ലെങ്കിൽ, വിശ്വാസത്താൽ നീ ഒന്ന് തൊട്ടില്ലെങ്കിൽ പ്രിയരെ, ഒരു പ്രയോജനവും നമുക്ക് ലഭിക്കത്തില്ല. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ അടുക്കിലേക്കൊന്ന് വരുമോ? വിശ്വാസത്തോടെ യേശു തൊടുമ്പോൾ ഒന്ന് ഏറ്റെടുക്കുമോ? നിശ്ചയമായി നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. പലരുടെയും മുമ്പിൽ നിന്നെ ഒരു അത്ഭുത വിഷയമാക്കി മാറ്റും. നീ കുനിഞ്ഞിരുത്തുവാൻ, നിന്നെ തല കുനിച്ച് നിർത്തുവാൻ ശത്രു ശ്രമിക്കുമ്പോൾ നിന്നെ തല ഉയർത്തുന്നവൻ അത്രേ നമ്മുടെ കർത്താവ്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, ഏത് സമയത്തും അവൻ അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിച്ചാട്ട്, അവൻ്റെ സാന്നിധ്യത്തിൽ അത്ഭുതം സംഭവിക്കുന്നതെന്ന് ഒന്ന് വിശ്വസിച്ചാട്ട്, നീ വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുമ്പോഴാണ് ആ അത്ഭുതം പൂർത്തിയിലേക്ക് വരുന്നത് എന്നൊന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാട്ട്, നമ്മുടെ കർത്താവ് ഇന്ന് പകൽക്കാലവും സൗഖ്യദായകൻ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലെസ് യു. ആമീൻ, ആമീൻ.